ദിവസം ഷുഗർ ഇല്ലാത്ത എന്നാൽ മാധുര്യം നിറഞ്ഞ കുറച്ച് പലഹാരങ്ങൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയപ്പം അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ അതിൽ അവരെന്നോട് പറഞ്ഞതാണ് ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ പറഞ്ഞ് സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു ഷുഗർ, നേച്ചുറൽ ഷുഗറിന് ആൾട്ടർനേറ്റീവാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായി, എന്താണ് ഈ സ്റ്റീവിയ എന്നുള്ളത്. സ്റ്റീവിയ റിബൗഡിയാന എന്നറിയപ്പെടുന്ന ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന ഒരു മധുരമാണിത്. പഞ്ചസാര പോലെ തന്നെ മധുരമുണ്ടെങ്കിലും പഞ്ചസാരയിൽ നമുക്കറിയാം ഒരുപാട് കലോറി ഉണ്ട്. ഇതിനകത്ത് കലോറി ഇല്ല. പഞ്ചസാര അതുപോലെ ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, ഇതിലും കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുകയും അത് നമുക്ക് ഒരുപാട് അപകടം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതാണ് ആ പലഹാരത്തിൽ ചേർത്തത് എന്നുള്ളത് കൊണ്ടാണ് അതൊരു നേച്ചുറൽ ആൾട്ടർനേറ്റീവാണെന്നും അതൊരു ഷുഗറിന് ബദലാണെന്നും ഈവൻ ഷുഗർ കട്ട് എടുക്കുന്നവർക്കൊന്നും കഴിക്കാം എന്നുള്ളതും പറയാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ഒരു ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം. ഒന്ന്, ഇതൊരിക്കലും ബ്ലഡ് ഷുഗർ എലിവേറ്റ് ചെയ്യില്ല. നമുക്കറിയാം ഏതൊരു ഭക്ഷ്യവസ്തു നമ്മുടെ ശരീരത്തിലേക്ക് എത്തി അത് രക്തത്തിലേക്ക് എത്തുമ്പം നമ്മൾ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടുന്നതിനുള്ളൊരു ഇൻഡെക്സ് ഉണ്ട്, അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയാം. ഈ ഒരു സ്റ്റീവിയയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് 0 ആണ്. അതുകൊണ്ട് ഇത് എത്തിക്കഴിഞ്ഞാൽ ഷുഗർ ഒരിക്കലും കൂട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഉചിതമാണ്. പിന്നെ 0 കലോറിയാണ്. അപ്പോൾ നമുക്കറിയാം വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ വെള്ളം ഒരു 0 കലോറിയാണ്, അതിൽ കലോറി ഇല്ല. അപ്പം നമുക്ക് ഇത് ചേർത്ത് നമ്മളിപ്പോൾ ഒരു ചായയിലോ മറ്റുള്ള ഈ സ്റ്റീവിയ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിലൂടെ എന്തെത്തൂല, കലോറി ഉള്ളിലെത്താത്തത് കൊണ്ട് തന്നെ ഇത് വണ്ണം കൂടുന്നൊരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ആൾട്ടർനേറ്റീവ് മാധുര്യം തന്നെയാണ് ഈ സ്റ്റീവിയ എന്നുള്ളത്. നമ്മുടെ ഷുഗർ അടങ്ങിയ സ്വീറ്റ്നസ്സും ബിസ്ക്കറ്റും കുക്കീസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ വായയിൽ ഒരുപാട് ബാക്ടീരിയകൾ വളരാൻ കാരണമാകുകയും അത് പല്ലൊക്കെ കേടാവാൻ കാരണമാവും. ഈ സ്റ്റീവിയ കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചില അപൂർവ സ്റ്റഡീസ് ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്റ്റീവിയ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു അറിവൊന്നുമില്ല. പിന്നെ ഇതൊരു പ്ലാന്റ് ബേസ്ഡിലാണ്, നേച്ചുറലാണ്, പിന്നെ ചെറിയ സേഫാണ് യൂസ് ചെയ്യാൻ. ഓക്കെ, മറ്റ് സ്വീറ്റ്നസ് ഷുഗർ ആൾട്ടർനേറ്റീവ്സ് അത് ആർട്ടിഫിഷ്യലാണ്, പക്ഷെ ഇത് ഒറിജിനലാണ്. പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും അധികമായിട്ട് ഉപയോഗിച്ചരുത് കേട്ടോ. അധികമായി ഉപയോഗിച്ചാൽ കുറച്ചൊരു കയ്പ്പ് രുചിയാണ് പിന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സ്റ്റീവിയയുടെ മാർക്കറ്റിൽ കിട്ടുന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നോക്കണം, ചിലപ്പം അതിലേക്ക് അവർ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ ഫലം ഫുള്ള് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ സ്റ്റീവിയ വേണമെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാം, കാപ്പി ഉണ്ടാക്കുമ്പോൾ ചേർക്കാം, നാരങ്ങ വെള്ളം സ്റ്റീവിയ ഉപയോഗിച്ച് കലക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം, പിന്നെ ചില സ്മൂത്തികൾ ഉണ്ടാക്കാം, പിന്നെ ചിലപ്പോൾ നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് സ്റ്റീവിയ ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ സ്റ്റീവിയ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ മധുരമാക്കാം പക്ഷേ ഷുഗർ രോഗിയാക്കാതെ. ഓക്കെ, കലോറി ഇല്ലാതെ മധുരം വേണോ? സ്റ്റീവിയ ഉപയോഗിക്കൂ. ചെടിയിൽ നിന്നുള്ള മധുരം, ഷുഗർ വരില്ല, കുറ്റബോധമില്ല, കലോറി കൂടില്ല, ശരീരത്തെ സ്നേഹിക്കുന്ന മധുരം സ്റ്റീവിയ. ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ, മുമ്പൊക്കെ വളരെ തടി കൂടിയ ആൾക്കാർ ഇന്ന് വളരെ മെലിഞ്ഞ് വരാറുണ്ട്. ഞാൻ എന്താ ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഷുഗർ കട്ടിലാണെന്ന് പറയും. അപ്പോൾ എന്താണ് ഈ ഷുഗർ കട്ട് ഡയറ്റ്? നമുക്കറിയാം, നമ്മൾ റിഫൈൻഡ് ഷുഗറാണ് നമ്മൾ കൂടുതൽ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മൾ ചായ കുടിക്കുമ്പോഴും കാപ്പി കുടിക്കുമ്പോഴും ഒക്കെ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് ഷുഗർ കട്ട് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ജ്യൂസിലും പാനീയങ്ങളിലും മാത്രമല്ല, ഒരുപാട് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള മാധുര്യങ്ങൾ, വെള്ളരി, ഇതിലൊക്കെ ഷുഗർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. സോസുകൾ, പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ, ഇതിലൊക്കെ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഷുഗർ കട്ട് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിഷവിമുക്തീകരണം മാത്രമല്ല, ഇത് ഒരു ജീവിതശൈലി ചേഞ്ചാണ്. ആ ഒരു മാറ്റമാണ് പലരിലും കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ബ്ലഡിൽ ഷുഗർ കൂടുന്നത്, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഷുഗർ കൂടുന്നത് ഒഴിവാക്കുക, ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി അല്ലെങ്കിൽ ക്രേവിങ് ഒഴിവാക്കുക, നമ്മളെ എനർജി സ്റ്റെബിലൈസ് ചെയ്ത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുക,
നമ്മളെപ്പോഴും എനർജറ്റിക്കായി നിർത്തുക, നമ്മുടെ ചർമ്മം പിന്നെ മനോഭാവം എന്നിവയ്ക്കൊക്കെ നല്ല ഹെൽത്തിയായി നിലനിർത്താനൊക്കെ ഇതുകൊണ്ട് സാധ്യമാവും. ഈ ദിവസം നമ്മളൊരു പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ പഞ്ചസാരയുടെ ഉപയോഗം 50% കുറഞ്ഞു എന്നുള്ളത് നല്ലൊരു സൂചനയാണ്. കാരണം ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റിസ്, പ്രീ ഡയബറ്റിസ്, ഇതൊക്കെ കേരളത്തിൽ വളരെ കൂടി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യങ്ങൾക്കൊക്കെ ഒരു വലിയൊരു മാറ്റം വരാൻ ഈ ഷുഗർ കട്ട് സമീപനം കൊണ്ട് ഇന്ന് സാധ്യമാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഷുഗറിൻ്റെ സെയിൽസിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇടിവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോസസ്ഡ് ഭക്ഷണങ്ങളായിട്ടുള്ള ഷുഗറി ഡ്രിങ്ക്സ് ഇതൊക്കെ ഇന്ന് അവൈലബിളാണ്. ഇപ്പം ഇന്ന് ആൾക്കാർ റിയലൈസ് ചെയ്തിരിക്കുകയാണ് ഹിഡൻ ഷുഗർ നമുക്ക് എത്രമാത്രം ഡാമേജ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇത് നമ്മൾ കോള പാനീയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ സെയിൽസിൽ വളരെ ഗണ്യമായിട്ടുള്ളൊരു കുറവ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ പുറത്ത് പോയി ബ്രോസ്റ്റോ മറ്റോ കഴിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ കൂടെ പോലും ഷുഗർ പാനീയങ്ങൾ ഇന്ന് കുടിക്കാത്തൊരു സാഹചര്യം, നല്ലൊരു ട്രെൻഡ് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ 30 ഡേ നോ ഷുഗർ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ ഷുഗർ ക്രേവിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്പുകളിലൂടെയൊക്കെ ഇതിനു വേണ്ടിയുള്ള സമീപനങ്ങളൊന്നും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഷുഗർ കട്ട് ഡയറ്റ് നമ്മൾ എടുത്താലുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നമ്മളെ ബ്ലഡ് ഷുഗർ ബെറ്ററായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, കുറഞ്ഞു വരും. അപ്പം അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രശ്നം നമുക്ക് വെയിറ്റ് ലോസിൻ്റെ ഇത് സഹായിക്കും എന്നുള്ളത്, അതാണ് നമ്മൾ കണ്ട റിസൾട്ട് എന്നാണ്. ഷുഗറിൽ നമുക്ക് അത്യാവശ്യം കലോറി അടങ്ങിയിട്ടുണ്ട്, അത് വെയിറ്റ് ലോസിനെ സഹായിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് അവരുടെ സ്കിന്നിൻ്റെ ആരോഗ്യം, പിന്നെ ഷുഗർ ക്രാഷ് ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലോങ് ടേം ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ കുറക്കാൻ വേണ്ടി അത് സാധിക്കുന്നുള്ളതാണ്. പിന്നെ നിത്യമായി നിൽക്കുന്ന ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിസ്, ഹൃദ്രോഗങ്ങൾ, ഇതൊക്കെ കുറക്കാൻ ഈ ഷുഗർ കട്ട് ഡയറ്റ് കൊണ്ട് സാധ്യമാവും. പിന്നെ നമുക്ക് ടേസ്റ്റ് അറിയാനുള്ള സെൻസിറ്റിവിറ്റി വർദ്ധിക്കാനും ഈ ഒരു ഷുഗർ കട്ട് കൊണ്ട് സാധ്യമാവുന്നുള്ള. പലപ്പോഴും നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ടേസ്റ്റ് ശരിക്കും അറിയില്ല. കാരണം എന്താ, ഈ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ ഷുഗർ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാ ഭക്ഷണത്തിനും ഷുഗറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് തിരിച്ചറിയാനും ഇതൊക്കെ കൂടുതൽ ആസ്വദിക്കാനും നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ കുറച്ച് കാലമായിട്ട് രാവിലെ ഷുഗർ ഇല്ലാത്ത കോഫിയാണ് കുടിക്കുക. അപ്പോൾ ഈ കോഫിയുടെ ടേസ്റ്റും ആ സ്മെല്ലൊക്കെ ഈ ഷുഗർ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഷുഗർ കട്ട് ഡയറ്റ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ മദ്യപാനമൊക്കെ നിർത്തിയ ആൾക്കാർക്ക് കാണാമല്ലോ, ഒരു വിത്ത്ഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവാറുണ്ട്. ഒരു അഡിക്ഷൻ ഉണ്ടായിട്ട് അഡിക്ഷന് മോചിതനാകുമ്പോൾ നമ്മുടെ തലച്ചോറ് വീണ്ടും അത് കിട്ടാനുള്ള ഒരു ക്രേവിങ് നടത്താറുണ്ട്. അതിന് വിത്ത്ഡ്രോവൽ സിൻഡ്രോം എന്ന് പറയാം. അപ്പോൾ അത് ആ ഒരു ഫസ്റ്റ് കുറച്ച് ദിവസങ്ങൾ അതുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യും, വല്ലാത്ത ക്ഷീണം ഫീൽ ചെയ്യും, വല്ലാത്തൊരു തലവേദനയൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഷുഗർ അടങ്ങി എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിഡൻ ഷുഗർ. നമുക്ക് അറിയില്ല, ചില സോസേജുകൾ, ചില ഡ്രിങ്ക്സ്, ചില തരം ആഡഡ് ഷുഗർ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതിലൂടെയൊക്കെ വരുന്ന ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ തിരിച്ചറിയാതെ പോകും. അത് നമ്മൾ നോക്കണം. ഓരോ ഭക്ഷ്യവസ്തുവിൽ എത്രമാത്രം ഷുഗർ കണ്ടിട്ടുള്ളത് നോക്കേണ്ടതുണ്ട്. പിന്നെ എല്ലാ ഷുഗറും ഈക്വൽ അല്ല. നേച്ചുറൽ ഉണ്ടാക്കുന്ന ഷുഗർ, ഫ്രൂട്ട്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഷുഗർ, അത് മറ്റുള്ള റിഫൈൻഡ് ഷുഗറിൽ നിന്ന് വ്യത്യസ്തമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഷുഗർ കട്ട് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം മാത്രം അങ്ങ് ഫോളോ ചെയ്താൽ പോരാ. ഒരു 30 ഡേ ചലഞ്ച് എടുത്തങ്ങ് നിർത്തേണ്ട കാര്യമില്ല. അത് ലൈഫ് ലോങ് ആയി നിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോഴേ ഇതുകൊണ്ടുള്ള പൂർണ്ണ ഫലം നമുക്ക്